നമസ്കാരം. എല്ലാവർക്കും ബിയോണ്ട് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഷഹാന മുംതാസിനെ ഇന്ന് രാവിലെ 10 മണിയോടെ വീട്ടിലെ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു. നിക്കാഹ് കഴിഞ്ഞു 7 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഭർത്താവിൽ നിന്നും ഭർതൃവീട്ടുകാരിൽ നിന്നും നേരിട്ടിട്ടുള്ള മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി അരങ്ങേറുന്നതിന്റെ കാരണം എന്ത്? 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാവം പെണ്ണിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന്റെ കാരണങ്ങൾ തീർത്തും ലജ്ജകരമാണ്. നിറത്തിന്റെ പേരിൽ ആ പെൺകുട്ടി നേരിട്ട അപമാനം, മാനസിക പീഡനം. ഒരു അറേഞ്ച്ഡ് മറിജ് ആയിരുന്നു ഷഹാനയുടെയും വാഹിദിന്റെയും. 20 ദിവസം കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ മാത്രമാണ് പെണ്ണിന് നിറം പോരാ എന്ന് വാഹിദിന് തോന്നിയത്. നീ കറുത്തിട്ടാണെന്നും വെയിൽ കൊണ്ടാൽ വീണ്ടും കരുത്തു പോകുമെന്നും, +2 പഠിക്കുമ്പോഴുള്ള ഫോട്ടോയിൽ കുറച്ചു നിറം ഉണ്ടായിരുന്നു എന്നും, നീ വെയിലത്ത് പോകരുതെന്നുമുള്ള വാഹിദിന്റെ വാക്കുകൾ ആ പാവം ഹൃദയത്തെ എത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ടായേക്കാം. തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ പെണ്ണിനെ കേവലം നിറത്തിന്റെ പേരിൽ അപമാനിച്ചപ്പോൾ ആ മനസ്സ് എത്ര വിങ്ങിയിട്ടുണ്ടാകാം. നിറത്തിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ സ്ത്രീകളെ അപമാനിച്ചു വേദനിപ്പിച്ചു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. ഈ സാക്ഷരത കേരളത്തിലെ ജനങ്ങളുടെ പോക്ക് എവിടേക്കാണ്? ഇതാണോ എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റാവുന്ന കേരളത്തിന്റെ നേർചിത്രം? വിവാഹം എന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചു സ്വപ്നമാണ്, പ്രതീക്ഷയാണ്, അതിലുപരി ഒരു ജീവിതമാണ്. അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചു ഒരു പ്രതീക്ഷയാണ്. തന്റെ മകൾക്കു സന്തോഷപൂർണമായൊരു ജീവിതം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ. ആ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയുമാണ് ഇന്നിവിടെ തല്ലിയൊടിച്ചത്. പവിത്രമേറിയ ഒരു ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത് പോലെ തന്നെ ആ ബന്ധം തുടർന്നു പോകാൻ കഴിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു ജീവിക്കുന്നതിനുമപ്പുറം മറ്റൊരു നരകം വേറെയില്ല. ഇത്തരം ജീവിതത്തോട് ആദ്യം തന്നെ നോ പറയാനും നിങ്ങൾക്ക് കഴിയണം. അതുപോലെ തന്നെ മകൾക്കു എന്ത് ബുദ്ധിമുട്ടു വന്നാലും അത് ക്ഷമിച്ചു നീ അവന്റെ കൂടെ കഴിയണം എന്ന് പറയുന്നതിനു പകരം നിനക്കവിടെ പറ്റില്ലെങ്കിൽ വേണ്ട മോളെ, നിനക്ക് ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറയുവാൻ ഓരോ രക്ഷിതാക്കൾക്കും കഴിയണം. അത് അവർക്കു വലിയൊരു മാനസിക ബലം നൽകും. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന് വലിയൊരു പാഠമാണ്. ഇനിയും ഇതുപോലുള്ള ഒരു ഷഹാനമാരും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശുഭപ്രതീക്ഷയോടെ. ബിയോണ്ട് ഹെഡ്ലൈൻസ്.